മണ്ഡലം പര്യടനം എത്തി നിൽക്കുന്നത് പാലക്കാടാണ്. പല കാരണങ്ങളാൽ ശ്രദ്ധേയമായ മണ്ഡലം, എപ്പോഴും വിവാദ വിഷയമായി നിൽക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ഇന്ന് ഞങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ഈ മണ്ഡലത്തിൻ്റെ ഇതപര്യന്തമുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ, ചരിത്രത്തിലൂടെ, കണക്കുകളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. ഒപ്പം പ്രേക്ഷകരും ഉണ്ടാവണം. ആരാണ് പാലക്കാട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? പാലക്കാട് നിയമസഭാ മണ്ഡലം ആര് കൈയടക്കും എന്ന് പറയാൻ തീർച്ചയായിട്ടും ഞങ്ങളല്ല, നിങ്ങളാണ് അവകാശപ്പെട്ടത്. കോൺഗ്രസ്സിന് വലിയ മേധാവിത്വമുള്ള ഒരു മണ്ഡലമായി പാലക്കാട് നിയമസഭാ മണ്ഡലവും നമുക്ക് കാണാൻ പറ്റും. ഇതുവരെ നടന്ന 17 തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് തൊട്ട് 8 തവണ കോൺഗ്രസ് ജയിച്ചു. പിന്നെ ജയിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലാതെ ജയിച്ചത് PSP നേതാവായ CM സുന്ദരമാണ്. അത് കോൺഗ്രസിന്റെ കൂടെ മുക്കൂട്ടു മുന്നണി ഒക്കെ ആയ കാലം തൊട്ട് ഇപ്പോൾ PSP എന്ന് വെച്ചാൽ പട്ടംതാണ പിള്ളയുടെ പാർട്ടിയുടെ നേതാവായിരുന്ന കാലം തൊട്ട് അദ്ദേഹം ജയിച്ച 20 കൊല്ലത്തോളം, 1970 തൊട്ട് ഏതാണ്ട് 1970 തൊട്ട് 91 വരെ എന്ന് വെച്ചാൽ 20 കൊല്ലം തുടർച്ചയായിട്ട് CM സുന്ദരമായിരുന്നു MLA. ഇപ്പോൾ CM സുന്ദരം അവസാനം കോൺഗ്രസ് തന്നെ ചേരുകയും അവസാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് 8 തവണ ജയിച്ചു എന്ന് പറയുമ്പോഴും CM സുന്ദരം 5 തവണ ജയിച്ചു എന്ന് പറയുമ്പോഴും ജയിച്ചത് കോൺഗ്രസിന്റെ ആധിപത്യം തന്നെയാണ്. പിന്നെ ആകെ വന്നത് 4 തവണ അവിടെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. കഷ്ടിച്ചാണ് ആ ജയം. അത് ഒരിക്കൽ ജയിച്ചത്, ആദ്യം ജയിച്ചത് MV വാസു എന്ന CPM നേതാവാണ് 1965. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ജയിക്കുന്നത് TK നൗഷാദാണ്. പിന്നെ 2 തവണ R കൃഷ്ണൻ ജയിച്ചു. R കൃഷ്ണൻ 67ലും 70ലും ജയിച്ചു R കൃഷ്ണൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ TK നൗഷാദ് ഒരിക്കൽ ജയിച്ചു, കഷ്ടിച്ച് 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് TK നൗഷാദ് 96ൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കൂടി CPM ജയിച്ചു. അത് KK ദിവാകരനാണ്. 1000 വോട്ടിന് കഷ്ടിച്ച് 1000 വോട്ടിന് 2006ൽ ജയിച്ചു. എന്ന് പറഞ്ഞാൽ 4 തവണ CPM ജയിച്ചിട്ടുണ്ട്. നിസ്സാരമായ വോട്ടിനാണ് കടുത്ത പോരാട്ടത്തിലൂടെ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ബേസിക്കായിട്ട് അത് കോൺഗ്രസിൻ്റെ മണ്ഡലമായിട്ടാണ് നിലകൊണ്ടത്. ഇപ്പോൾ അവിടുത്തെ സമീപകാലം വരെ അവിടുത്തെ MLA ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഷാഫി പറമ്പിലാണ് കഴിഞ്ഞ 3 തവണയായിട്ട് MLA. ആകെ ഒരു വ്യത്യാസം വന്നത് ഷാഫി പറമ്പിൽ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിച്ചു. പക്ഷേ 24 ലോക്സഭയിലേക്ക് ഷാഫി പറമ്പിൽ മത്സരിച്ച് വടകരയിൽ നിന്ന് ജയിച്ചപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. പിന്നെ മത്സരിക്കുന്നത് ആണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂടി പറഞ്ഞിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ അതിനകത്ത് 2001 അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന K ശങ്കരനാരായണ, അദ്ദേഹം പിന്നീട് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി, പിന്നീട് UDF കൺവീനറായി. പക്ഷെ പിന്നീട് ഈ ശങ്കരനാരായണന് പാലക്കാട് മണ്ഡലത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമില്ലായിരുന്നു എന്നുള്ളത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. അതാ പിന്നീട് ഈ പറയുന്ന ഷാഫി പറമ്പിൽ തിരിച്ചു പിടിച്ചതെന്ന് പറയാം. അത് എനിക്ക് തോന്നുന്നു അതൊരു തരം അറിയാലോ, കരുണാകരന്റെ കൂടെ നിന്നതിന്റെ ഒരു സേവനത്തിന് കൊടുത്തൊരു പ്രതിഫലമായിരുന്നു. അവസാന കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത രാഷ്ട്രീയ ഒരു ഉപഹാരമായിരുന്നു അത്. പിന്നെ അദ്ദേഹത്തെ ഇവിടുന്ന് ഗവർണറാക്കി വിടുകയാണ്. 6 സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്നതിന്റെ ബഹുമതിയാണ്. മാത്രമല്ല സർ, ഈ കോൺഗ്രസ് പോലൊരു UDF പോലൊരു സംവിധാനത്തിനകത്ത് 16 കൊല്ലക്കാലം അതിന്റെ കൺവീനറായിരുന്നു ഈ മനുഷ്യൻ. അപ്പോൾ അത് കൊടുത്ത റിവാർഡാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുമായുള്ളത് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ കഴിഞ്ഞ ഇപ്പോൾ ഷാഫി പറമ്പിൽ ജയിച്ച 2 തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, 1916ലെയും 21ലെയും. യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് പാലക്കാട്ട് നിന്ന് നടന്ന ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് അതല്ല, ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ കണക്ക് സാറ് പറയുന്നതിനും ആദ്യം പറഞ്ഞോളൂ. ഉപതെരഞ്ഞെടുപ്പ് 24ലേക്ക് ഷാഫി ലോക്സഭയിൽ മത്സരിക്കുന്ന സമയത്ത് നവംബർ 20 ആണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ ടോട്ടൽ ടേൺ ഔട്ട് എന്ന് പറയുന്നത് 70.51 ആയിരുന്നു. അത് 2021 പെർസെൻറ്റേജ്. അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 75.4 ആയിരുന്നു അതിന് മുമ്പുണ്ടായിരുന്ന ടോട്ടൽ ടേൺ ഔട്ട്. അപ്പോൾ അതോടെ നിൽക്കവേ ഷാഫിക്ക് ഉണ്ടായിരുന്ന അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3859 ആയിരുന്നു. മറിച്ച് 70% വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞപ്പോഴും രാഹുലിന്റെ ഭൂരിപക്ഷം 18,000-ലധികമായി കൂടി എന്നുള്ളതാണ്. നല്ല പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് വരികയാണ്, എന്നിട്ടും കൂടിയാണ്. രാഹുലിന് കിട്ടിയതെന്ന് പറയുന്നത് മൊത്തത്തിൽ 1,94,000 പ്ലസ് വോട്ട്സാണ് അവിടെ പോൾ ചെയ്തത്. അതിൽ 58,000-ലധികം വോട്ട്, 58,389 വോട്ട്, 42.29% രാഹുലിന് കിട്ടിയിട്ടുള്ളത്. തൊട്ടടുത്ത ശ്രീ കൃഷ്ണകുമാറിന് 39,549 വോട്ട്, അത് 28.65%. അതിലും താഴെയാണ് ഡോക്ടർ സരിൻ
37,156 വോട്ട്. മൂന്നാം സ്ഥാനത്താണ് 25% മാത്രമാണ് LDF എന്ന് കണക്കാക്കുന്നത്. അതെ, രാഹുലിന്റെ ഭൂരിപക്ഷം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എതിർ സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ BJP ആണല്ലോ എതിർ സ്ഥാനാർത്ഥി, തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായിരുന്ന BJPയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഒന്ന് C. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ പുറത്തുപോയത് ആ തെരഞ്ഞെടുപ്പിലാണ്. അങ്ങനെ കുറെ ഇഷ്യൂസ് അവിടെ പ്രത്യേകമായിട്ട് ഉണ്ടായതുകൊണ്ടാണ് ആ വ്യത്യാസത്തിൽ ഷാഫി പറമ്പലിന് കിട്ടിയതിനേക്കാൾ ഒരു പക്ഷേ ഷാഫിയുടെ സ്ഥാനാർത്ഥിയായി വന്ന, ഷാഫിയുടെ നോമിനിയായി വന്ന സ്ഥാനാർത്ഥിക്ക് ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വളരെ വലിയ ഭൂരിപക്ഷം കിട്ടിയതിന്റെ പ്രത്യേകതയാണ്. പിന്നീട് കഥ ആകെ മാറി മറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുമായി ചില യുവതികൾ രംഗത്ത് വന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചില്ല. വരുന്ന തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ അദ്ദേഹം പാലക്കാട് നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചാൽ ആരുടെയൊക്കെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും എന്ന് ഇപ്പോൾ പറയാനാകില്ല. അങ്ങനെ പിന്തുണ ലഭിച്ചാൽ പാലക്കാടത്തെ തിരഞ്ഞെടുപ്പ് ഫലം വീണ്ടും ഉദ്വേഗജനകമാകും. ആകെ മാറി മറിയുന്ന അവസ്ഥയും സംജാതമാകും. ഷാഫി പറമ്പിൽ ജയിച്ച ഒടുവിലത്തെ 2 തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂടി നോക്കിയാൽ പൂർത്തിയാവും. ഷാഫി പറമ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൊത്തം വോട്ട് 1,78,387 പോളിംഗ് ശതമാനം 77.3%. ഷാഫി പറമ്പിലിന് കിട്ടിയത് 41.7 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 42% വോട്ട് ഷാഫി പറമ്പിൽ പോൾ ചെയ്ത വോട്ടിന്റെ 42% വോട്ട് കിട്ടി. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഷാഫി ജയിക്കുന്നത് 17,483. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയതിനേക്കാളും കൂടിയ ഭൂരിപക്ഷത്തോടു കൂടി ഷാഫി അവിടെ ജയിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അന്ന് എതിർ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. അന്നത്തെ BJPയുടെ ഏറ്റവും തിളക്കമുള്ള സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ തന്നെ BJP നേടിയ ഏറ്റവും നല്ല വോട്ടുകളിലൊന്ന് 40,076 വോട്ട് ശോഭാ സുരേന്ദ്രൻ അന്ന് അവിടെ നേടിയിട്ടുണ്ടായി. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഓർമ്മയുണ്ടല്ലോ 2016 ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ കരുത്ത് തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. അവർ വലിയ ലീഡറായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. NN കൃഷ്ണദാസ് ആണ് പഴയ പടക്കുതിരയായ MP, ദീർഘകാലം അവിടെ ലോക്സഭയിലേക്ക് ജയിച്ചു പോയ NN കൃഷ്ണദാസ് മത്സരിച്ചിട്ട് പോലും 38,000 വോട്ടുമായി 38,675 വോട്ടുമായി CPM അന്നും 3-ാം സ്ഥാനത്താണ്. അന്നു മുതൽ ഇന്നും 3-ാം സ്ഥാനത്താണ്. ഇനി ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 2016 നിന്ന് അതേ ഷാഫി 2021 മത്സരിക്കുമ്പോൾ 17,483 ഉണ്ടായിരുന്ന 2016 17,000 വോട്ടിന് ജയിച്ച ഷാഫി, ഭൂരിപക്ഷത്തിന് ജയിച്ച ഷാഫി 2021 വെറും 3,800 എന്ന് വെച്ചാൽ 4,000-ൽ താഴെയായിട്ട് ഭൂരിപക്ഷം കുറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൽ 13,000 വോട്ടിന്റെ കുറവുണ്ടായി. അതിന്റെ ഒരു കാരണം അന്ന് എന്ന് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിന് ആകെ പോൾ ചെയ്ത വോട്ടിൽ 2 കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. പോളിംഗ് ശതമാനം 2016 തെരഞ്ഞെടുപ്പിൽ 77.3 ആയിരുന്നെങ്കിൽ അത് 2021 തെരഞ്ഞെടുപ്പിൽ 75ആയി. 2% പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതുകൊണ്ട് തന്നെ മൊത്തം പോൾ ചെയ്ത വോട്ടിൽ ഷാഫിക്ക് 2016 41.77 42% വോട്ട് കിട്ടിയിരുന്നു. അതേസമയത്ത് ഈ 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടുന്നത് 38,000 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ 38% വോട്ടാണ് എന്ന് പറഞ്ഞാൽ 54,000-ഓളം വോട്ട് കിട്ടി. ഇനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമാണ് വളരെ പ്രധാനം. 2-ാം സ്ഥാനത്ത് അപ്പോഴും BJP ആണ്, പക്ഷേ ശോഭാ സുരേന്ദ്രൻ അല്ല. ശോഭാ സുരേന്ദ്രന് പകരം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് പരീക്ഷിക്കാവുന്ന, BJPക്ക് കിട്ടാവുന്ന ഏറ്റവും കാലിബറുള്ള, ഏറ്റവും ജനപ്രീതിയുള്ള ടെക്നോക്രാറ്റായ ഒരാളെ കൊണ്ടുവന്നു. ഈ ശ്രീധരേട്ടൻ അവതരിക്കുന്നത് അന്നാണ്. ഒരുപക്ഷെ ഒരേ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ ശ്രീധരേട്ടൻ മത്സരിച്ചത്. ഈ ശ്രീധരേട്ടൻ വന്നതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ എന്ന ഫയർ ബ്രാൻഡ് നേതാവ് മത്സരിച്ചിട്ട് കിട്ടിയതിനേക്കാളും 10,000 വോട്ട്. 5 കൊല്ലത്തിനുള്ളിൽ BJP നേടിയ വളർച്ചയല്ലാതെ ശ്രീധരേട്ടൻ നേടിയ വോട്ടാണ്. ശ്രീധരേട്ടൻ വോട്ട് നേടിയതിൻ്റെ കുറവാണ് സത്യത്തിൽ ഷാഫിയുടെ ഭൂരിപക്ഷത്തിലും കണ്ടത്. ഷാഫിക്ക് കുറഞ്ഞ, ഷാഫിയുടെ വോട്ട് മുഴുവൻ പിടിച്ചത് അന്ന് ശ്രീധരേട്ടനാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ച, ശ്രീധരേട്ടൻ ആ തെരഞ്ഞെടുപ്പിലൂടെ പൊതുരംഗം തന്നെ വിട്ടു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ശ്രീധരേട്ടനെ കിട്ടുന്നില്ല, കാണുന്നില്ല. ശ്രീധരേട്ടൻ വിട്ടുപോയി, റിട്ടയർ ചെയ്തു പോയി. എന്തായിരുന്നു അതിന് കാരണമെന്ന്, പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഒരു BJPയുടെ രാഷ്ട്രീയ സംസ്കാരം കൂടി വെച്ച് ആ മണ്ഡലം പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളെ പിന്നെ കാണാതായത് എന്തുകൊണ്ട്? അവിടെ പരമ്പരാഗത BJP നേതൃത്വം തന്നെ വീണ്ടും മത്സരിക്കുന്നു, C. കൃഷ്ണകുമാർ മത്സരിക്കുന്നു, വീണ്ടും തോൽക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് വന്നത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കാൻ കൂടി ഈ സമയം ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ NN കൃഷ്ണദാസിന് ശേഷം 2016 നിന്ന് 2021 CPM പുതിയ പരീക്ഷണം നടത്തി. CP പ്രമോദിനെ വെച്ച് മത്സരിപ്പിച്ചു. പക്ഷേ കൃഷ്ണദാസിന് വോട്ട് കിട്ടിയതിനേക്കാളും 2,000 വോട്ട് കുറച്ചാണ് പിടിച്ചത്. അത് ശ്രീധരേട്ടൻ്റെ ഒരു കാരണം കൂടി ഉണ്ടാവാം. തീർച്ചയായിട്ടും ശ്രീധരേട്ടൻ CPM-ൻ്റെയും വോട്ട് പിടിച്ചിരിക്കാം. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു അത്ഭുതം കൂടി CPM കാണിച്ചു. 24 മണിക്കൂർ മുമ്പ് വരെ കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ സരിനെ കൃത്യം 24 മണിക്കൂർ കൊണ്ട് കളം മാറ്റി ചവിട്ടി, കാലു മാറ്റി ചവിട്ടി ഈ കുതിര കച്ചവടത്തിലൂടെ കൊണ്ടുവന്ന്
CPM സ്ഥാനാർത്ഥിയാക്കി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം കൂടിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPMൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. നമ്മൾ ഓർക്കണം, CPMൻ്റെ അസംതൃപ്തർ മുഴുവനും പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു. BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ കാര്യമായ പരിക്കൊന്നുമില്ലാതെ അവിടെ അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റി. അപ്പോഴും ജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സീറ്റ് BJP കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ വേണം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് 2019-ലെയും 24-ലെയും തിരഞ്ഞെടുപ്പും അവിടെ മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് ജയിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ ഒന്ന് കണക്കുകൾ സൂചിപ്പിക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലം, അങ്ങനെ പറയാം. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഇടത് കോട്ടയാണ് പാലക്കാട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇടതു മുന്നണിയെയും മാറി മാറി പിന്തുണച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. പി. കുഞ്ഞൻ ഇതായിരുന്നു LDFൻ്റെ ആദ്യത്തെ ലോക്സഭ MP ആയിട്ട് വന്ന വ്യക്തി. അപ്പം CPMൽ നിന്ന് മത്സരിച്ചുകൊണ്ട് കുഞ്ഞൻ എത്തുന്നു. അതിനുശേഷം 1967 EK നയനാറാണ് അവിടെ മത്സരിക്കാൻ എത്തുന്നത്. പിന്നീട് 1971 AKG എത്തുന്നു. അങ്ങനെ കാസർഗോഡ് നിന്നെത്തിയ AKGയെയും EK നയനാരെയും ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് അയക്കുന്നത് പാലക്കാട്. അങ്ങനെ ഒരു പ്രത്യേകത ഈ മണ്ഡലത്തിനുണ്ട്. വമ്പൻ കമ്മ്യൂണിസ്റ്റുകാരെ വിജയിപ്പിച്ച മണ്ഡലം. അതെ. അതിനുശേഷം 1977 സുന്ന സാഹിബ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെ അവിടെ മത്സരിച്ച് അദ്ദേഹം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. അതിനുശേഷം 1980 അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് VS വിജയരാഘവനാണ്. പിന്നീട് VS വിജയരാഘവൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പടയോട്ടമായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ. 80 വിജയിക്കുന്നു അദ്ദേഹം, തുടർന്ന് 84 വിജയിക്കുന്നു, 89 വിജയിക്കുന്നു, 91 വിജയിക്കുന്നു. ഇതിനിടയിൽ വിജയരാഘവനോട് ഒരു തവണ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീടാണ് CPM അവിടുത്തെ ഒരു യുവജന നേതാവായിട്ടുള്ള NN കൃഷ്ണദാസിനെ ഗോദയിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് DYFIയുടെ ഒക്കെ തലപ്പത്തുണ്ടായിരുന്ന NN കൃഷ്ണദാസ് അന്ന് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും അന്ന് 1996 ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ VS വിജയരാഘവൻ എന്ന് പറയുന്ന കോൺഗ്രസിലെ അക്കാലത്തെ ഏറ്റവും മികച്ച ഒരു പാലക്കാട്ട് നേതാവ് അദ്ദേഹത്തെ അട്ടിമറിക്കുകയാണ്. പിന്നീട് ആ അട്ടിമറി 1998-ലും 99-ലും 2004-ലും വരെ തുടർച്ചയായിട്ട് ജയിച്ചു. ഇതിൽ 3 തവണയും നേരത്തെ MP ആയിരുന്ന VS വിജയരാഘവനായിരുന്നു ഈ പറയുന്ന NN കൃഷ്ണദാസിന്റെ എതിരാളി. ഒരു തവണ MD പത്മ മത്സരിക്കാനായിട്ട് വന്നു, കോഴിക്കോട് നിന്ന് വന്നാണ്, അവരും പരാജയപ്പെട്ടു പോകുന്നു. ഇതിനുശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് UDF പല ശ്രമങ്ങളും നടത്തി. എന്നാൽ 4 ടേം പൂർത്തിയായതോടുകൂടി പിന്നീട് NN കൃഷ്ണദാസിനെ മാറ്റിയിട്ട് രാജേഷ് MP രാജേഷ് എന്ന് പറയുന്ന യുവ നേതാവ്, അന്ന് DYFI യുവ നേതാവാണ് MP രാജേഷ്. കൊണ്ട് മാത്രമല്ല ഗ്രൂപ്പ് കൊണ്ട് അന്ന് VS അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന MP രാജേഷ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ പറയുന്ന പിണറായി പക്ഷത്തേക്ക് മാറുന്നു. അങ്ങനെ അവിടെ ലോക്സഭയിലേക്ക് MP രാജേഷിനെ അവതരിപ്പിക്കുന്നു. MP രാജേഷാണ് അങ്ങനെ 2009 മത്സരിച്ച് ജയിക്കുന്നു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP എന്ന നിലയിൽ 2014 മത്സരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് LDFുമായിട്ട് ഉടക്കിക്കൊണ്ട് MP വീരേന്ദ്രകുമാർ UDFിലെത്തുന്നത്. അങ്ങനെ പാലക്കാട്ട് MP രാജേഷിനെ നേരിടാൻ എത്തുന്നത് MP വീരേന്ദ്രകുമാറാണ്. ആ സമയത്ത് BJPയെ പ്രതിനിധീകരിച്ച് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു. ഒരു വലിയ ത്രികോണ മത്സരത്തിൻ്റെയൊക്കെ പ്രതിനിധി ഉളവാക്കി. പക്ഷേ അത്തവണ 1,50,000 പരം വോട്ടിനാണ് MP രാജേഷ് വിജയിച്ച് കയറിയത്. വലിയ നേട്ടം ഉണ്ടാക്കി, വീരേന്ദ്രകുമാറിനെ തോൽപ്പിച്ചു. അതിനുശേഷം 2019 വീണ്ടും സിറ്റിംഗ് MP ആയിട്ടുള്ള MP രാജേഷ് മത്സരിക്കാൻ ഇറങ്ങുന്നു. അന്ന് ഈ പറയുന്ന ഇടതുമുന്നണിക്ക് എതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. അപ്പോഴാണ് കോൺഗ്രസ് VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന നേതാവിനെ രംഗത്തിറക്കുന്നത്. അതുവരെ VK ശ്രീകണ്ഠന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യതയൊന്നുമില്ല. ഒരു നേതാവെന്ന നിലയിൽ നിയമസഭയിലേക്കൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും വിജയിക്കാനൊന്നും സാധിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അട്ടിമറി വിജയം നേടിക്കൊണ്ട് അവിടെ ഈ VK ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ MP ആയി വരികയാണ്. പിന്നീട് 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും VK ശ്രീകണ്ഠൻ തൻ്റെ വിജയം ആവർത്തിച്ചു. അന്നും ഈ വിജയരാഘവനാണ് മത്സരിക്കാനായിട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിയെന്ന് നമുക്ക് തോന്നാം. മൊത്തം 15 തെരഞ്ഞെടുപ്പിൽ 11 തവണയും LDFിനൊപ്പം നിന്ന മണ്ഡലം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത്, ഇവിടെയുള്ള ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ 7 നിയമസഭാ മണ്ഡലത്തിൽ 2 മാത്രമേ UDFിന് മേൽക്കൈയുള്ളൂ, ബാക്കിയുള്ളിടത്തെല്ലാം LDFിനാണ്. ഇനി ഒരു പേഴ്സൻറ്റേജ് കണക്കെടുത്താൽ ഈ പാലക്കാട് നിയമസഭയിലും UDFിന് 2019 35.8% വോട്ടുണ്ടായിരുന്നു. ഈ 2024 ആയപ്പോഴേക്കും അത് 39.7% വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. എന്നാൽ LDFിൻ്റെ കാര്യം വന്നാൽ LDFിന് 2019 44,086 വോട്ട്, അതായത് 32.6% വോട്ടാണ് ലഭിച്ചത്. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ വോട്ടിംഗ് ശതമാനം 26.1% കുറഞ്ഞു. ഇവിടെ BJP തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. കാരണം പാലക്കാട് നഗരസഭ കുറേ കാലമായിട്ട്
ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ BJP ആണ്. അങ്ങനെ NDAക്ക് 29.5% 2019 വോട്ട് ഷെയർ 2024 ആയപ്പോൾ 32.4% വർദ്ധിപ്പിച്ചു. അപ്പം ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഒക്കെ തന്നെ BJP ഒരു വലിയ സാന്നിധ്യമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. തീർച്ചയായിട്ടും നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യും മുമ്പ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയും മേൽക്കോയ്മ UDF തന്നെയാണ്. 49,741 43,802 LDFന്, 37,902 NDAക്ക്. ഏതാണ്ട് ഒരു 5,000+ മറ്റുള്ളവരെ കട്ടി മുന്നിൽ നിൽക്കുകയാണ് UDF. ഇതാണ് ഇപ്പോൾ അവസാന ചരിത്രം. ചിത്രം അതാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഇതുവരെയുള്ള വിശകലനത്തിന് ഒരു കാര്യം വ്യക്തമാണ്. പാലക്കാട് പൊളിറ്റിക്കൽ ബേസ് നോക്കിയാൽ UDFൻ്റെതാണ്. എന്നാൽ അവിടുത്തെ വോട്ടർമാർ സന്മനസ്സുള്ളവരാണ്. കഴിവ് നോക്കി, സാധ്യത നോക്കി വോട്ട് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യത വന്നപ്പോഴൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല BJPയെ ജയത്തിൻ്റെ വക്കത്തോളം എത്തിച്ചിട്ടുണ്ട്.